പ്രസിഡന്റിനെ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദീപദാസ് മിറ്റി വന്നിട്ടുണ്ട്, മുതിർന്ന നേതാക്കളുടെ ആശയവിനിമയം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു അറിവുമില്ല. അങ്ങനൊരു ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല. ആ ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടി അറിയിക്കാം. ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണ്. മാനദണ്ഡം വരുമോ ഇതിനകത്ത്? ഇപ്പോൾ എംപിമാർ വേണ്ട, എംഎൽഎമാർ വേണ്ട, ഒരാൾക്കൊരു പദവി, അതൊക്കെ പ്രായോഗികമാണോ? അല്ല, അതൊക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട്, മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനം, അത് വരുന്ന അവസരത്തിൽ അവരെടുക്കട്ടെ, തീരുമാനമൊക്കെ അവരെടുക്കട്ടെ. അധ്യക്ഷന് വരെ ഇരട്ടപ്പദവിയുണ്ട്. അപ്പോൾ പിന്നെ KPCC അധ്യക്ഷന് മാത്രം ഭാരിച്ച ചുമതലയായി കണക്കാക്കുന്നത് എങ്ങനെയാണ്? അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. MP ആണ്, അതുപോലെ തന്നെ UDF കൺവീനറാണ്. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കസേരയ്ക്ക് മാത്രമേ ഉള്ളൂ? അല്ല, അത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജോസഫ് പഴക്കൽ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇരട്ട പദവി വേണ്ട, ഒരാൾക്കൊരു പദവി എങ്കിലും സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ. ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നവരാണ്. അങ്ങയുടെ പേരും കേൾക്കുന്നുണ്ടല്ലോ KPCC. ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കാം. ഞാൻ ഒരു റേസിലുമില്ല. പിന്നെ എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. ഇപ്പോൾ അതിനുള്ള റൈറ്റ് ടൈമല്ലേ? അങ്ങനെ പരിഗണിക്കാതിരുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇപ്പോൾ അതിനൊരു റൈറ്റ് ടൈം അല്ല, അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. ആ തീരുമാനങ്ങളൊക്കെ പിന്നീട് വരും. ഇപ്പോഴും അധ്യക്ഷ പദവി പരിഗണിക്കപ്പെടുന്ന ഏറ്റവും യോഗ്യനായ സീനിയറായിട്ടുള്ള നേതാവാണ്. അത് പരിഗണിച്ചാൽ ആ ചുമതല സ്വാഭാവികമായി ഏറ്റെടുക്കില്ല. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുവാൻ 100% ഞാൻ കടമപ്പെട്ടവനാണ്, ഉത്തരവാദിത്വപ്പെട്ടവനാണ്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.